സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ നോവൽ ആരംഭിക്കുകയാണ്. ജോസി വാഗമറ്റം എഴുതിയ നോവൽ പ്രബലൻ. അവതരണം സിന്ധു അശോക്. ഭാഗം 1. നരേന്ദ്രൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വർക്ക് സൈറ്റിൽ നിൽക്കുമ്പോഴാണ് മൂവാറ്റുപുഴയിലുള്ള സഹദേവൻ തമ്പിയുടെ വീട്ടിൽ നിന്ന് അടിയന്തര സന്ദേശം വന്നത്. ശൈലജയെയും കൂട്ടി വെള്ളിക്കുളം എസ്റ്റേറ്റിലേക്ക് പോവുക. അവൻ വീട്ടിലെത്തുമ്പോൾ ശൈലജ പോകാനൊരുങ്ങി നിൽപ്പുണ്ടായിരുന്നു. വീട്ടിലപ്പോൾ ഒരു ടാറ്റ എസ്റ്റേറ്റ് കാറും മാരുതി എസ്റ്റീമും ടൊയോട്ട ക്വാളിസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എസ്റ്റീം മഹാദേവൻ തമ്പിയുടെ ഭാര്യയ്ക്കും അമ്മയ്ക്കും മാത്രമുള്ളതാണ്. ക്വാളിസ് കമ്പനി ആവശ്യങ്ങൾക്കുള്ളതും. ആകെ ഒരു ബെൻസ് കാറുള്ളതിലാണ് മഹാദേവൻ തമ്പി വെള്ളിക്കുളം എസ്റ്റേറ്റിലേക്ക് പോയിരിക്കുന്നത്. ശൈലജയ്ക്ക് ടാറ്റ എസ്റ്റേറ്റിൽ കയറുകയേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. തോൾഭാഗം തൂക്കി കാറിൽ കയറുമ്പോൾ അവൾ അസംതൃപ്തിയോടെ പിറുവിറുക്കുന്നുണ്ടായിരുന്നു. ഈ മൊബൈൽ ഗോഡൗൺ എനിക്ക് കണ്ടുകൂടാ. എനിക്കൊരാവശ്യം വന്നാൽ ഇത് മാത്രമേ കിട്ടൂ. അല്ലാത്തപ്പോൾ വണ്ടി മുട്ടിയിട്ട് മുറ്റത്തിറങ്ങാൻ വയ്യ. എൻ്റെ തലയിലെഴുത്ത്. നരേന്ദ്രന് അത് കേട്ടിട്ട് ചിരി വന്നു. ഇവളുടെ തലയിലെഴുത്ത് ഭയങ്കരം തന്നെ. സഞ്ചരിക്കാൻ മനസ്സിനിണങ്ങിയ കാറില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം. കാർ നേര്യമംഗലം പാലത്തിലേക്ക് കടന്ന ഉടനെ ശൈലജ തോൾ സഞ്ചിയിൽ നിന്നും ബൈനോക്കുലറും ക്യാമറയും പുറത്തെടുത്തു. പാലത്തിന് അക്കരെ എത്തിയപ്പോൾ അവൾ വണ്ടി നിർത്താൻ പറഞ്ഞു. തോളിൽ ബൈനോക്കുലർ തൂക്കിയിട്ട് കയ്യിൽ ക്യാമറയുമായി ശൈലജ പുറത്തിറങ്ങി. പാലത്തിലൂടെ അല്പം പിന്നോട്ട് നടന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും നരേന്ദ്രൻ പുറത്തിറങ്ങി നിന്നു. മനസ്സിന് പിടിച്ച ഒരു സ്പോട്ടിൽ എത്തിയിട്ട് ശൈലജ നരേന്ദ്രനെ കൈകാട്ടി വിളിച്ചു. അയാൾ അടുത്തു ചെന്നു. സോറി, ഞാൻ മറന്നു. എന്താ പേര്? നരേന്ദ്രൻ. എനിക്ക് കുറച്ച് സ്റ്റിൽസ് എടുക്കണം. നരേന്ദ്രൻ്റെ ഹെൽപ്പ് വേണ്ടിവരും. അവൾ അയാളെ പാലത്തിൻ്റെ കൈവരിയോട് ചേർത്ത് നിർത്തി. അവിടെ നിന്നോളണം, അനങ്ങരുത്. എന്നിട്ടവൾ മറ്റൊരിടത്ത് പോയി നിന്ന് നരേന്ദ്രനെ ഇമേജാക്കി ക്യാമറ ഫോക്കസ് ചെയ്തു. ലെൻസിൻ്റെ ക്യാപ്പ് താൻ നിൽക്കുന്നിടത്ത് അടയാളമായി വെച്ചിട്ട് അവൾ നരേന്ദ്രൻ്റെ അടുത്ത് ചെന്നു. ക്യാമറ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ദാ ആ ക്യാപ്പ് വെച്ചെടുത്ത് പോയി നിന്ന് ക്ലിക്ക് ചെയ്യണം. ഞാൻ ഇവിടെ നിൽക്കും. പാലത്തിൻ്റെ നീളം മുഴുവൻ കിട്ടണം. ക്ലിക്ക് ചെയ്യാൻ അറിയാമോ? ദാ ഈ ബട്ടൺ. ക്ലിയർ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് നോക്കണോ? തനിക്കറിയാമോ ഫോക്കസ് ചെയ്യാൻ? ഓ, എന്നാൽ പിന്നെ നേരത്തെ പറയരുതോ? ഞാനിത്ര ബുദ്ധിമുട്ടണമായിരുന്നോ? നരേന്ദ്രൻ ക്യാപ്പ് വെച്ചിരുന്നിടത്ത് പോയി നിന്ന് ഫോക്കസ് ചെയ്തു. ടോപ്പ് ഹാഫ് മാത്രം മതിയോ? ബ്രിഡ്ജിൻ്റെ ഫുൾ ലെങ്ത്തും കിട്ടണമെങ്കിൽ അതേ പറ്റൂ, അയാൾ വിളിച്ചു പറഞ്ഞു. ഓക്കെ. ശൈലജ റെഡിയായി. നരേന്ദ്രൻ വ്യൂ ഫൈൻഡറിലൂടെ നോക്കി. ഇറുകിയ ജീൻസും ടോപ്പും, തലയിലൊരു കൗബോയ് തൊപ്പി. നടി സിമ്രാനാണ് നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി നരേന്ദ്രന്. ഇത് യാരിക്കാഹെ എന്ന് മനസ്സുകൊണ്ട് അസൂയയോടെ പിറുവിറുക്കുകയും ചെയ്തു. അവൾ നിർദ്ദേശിച്ചതനുസരിച്ചുള്ള സ്റ്റില്ലുകളെല്ലാം അയാൾ എടുത്തു. അതിനുശേഷം അവൾ ബൈനോക്കുലറിലൂടെ പ്രകൃതിയുടെ വിദൂര ഭംഗി ആസ്വദിച്ചുകൊണ്ട് പാലത്തിൽ തന്നെ നിന്നു. കോളുകൊണ്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് അവൻ തെല്ലുറക്കെ പറഞ്ഞു, മഴയുണ്ടായേക്കും, പോകണ്ടേ? മഴയുണ്ടാകട്ടെ. അവൾ കുറച്ചു നേരം കൂടി അവിടെ നിന്നു. നരേന്ദ്രൻ പോയി കാറിൽ കയറിയിരുന്നു. പുറകെ ശൈലജയും പോകാം. അവർ കാട്ടിലേക്ക് കടന്നതോടെ മഴ പെയ്തു തുടങ്ങി. കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളെ കടന്നു പോകുമ്പോൾ ശൈലജ പിറുപിറുത്തു. മഴ വേണ്ടായിരുന്നു. കാറിൻ്റെ ചില്ലുകളിൽ പുക പോലെ നീരാവി വ്യാപിച്ചു. നരേന്ദ്രൻ ഇടയ്ക്കിടെ കൈപ്പത്തി കൊണ്ട് ചില്ലിലെ നീരാവി തുടച്ചു മാറ്റുന്നത് കണ്ട് ശൈലജ ബാക്ക് സീറ്റിൽ കൂടി നൂണ്ട് മുൻസീറ്റിലേക്ക് കയറി. ഞാൻ തുടച്ചോളാം, ഇയാൾ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, അവൾ പറഞ്ഞു. കാറിൻ്റെ ചില്ല് തുടയ്ക്കുന്നതിനിടയിൽ അവൾ അയാളെ നോക്കി. ഇയാളുടെ വീടെവിടെ? കീഴില്ലത്ത്. എപ്പോഴും കാണാറില്ലല്ലോ ഇയാളെ. പാർട്ട് ടൈം ഡ്രൈവറാണോ? ഞാൻ ഡ്രൈവറൊന്നുമല്ല, ഓഫീസുകാർക്കായിട്ട് ജോലി കിട്ടുമെന്നും കരുതി ചെന്നതാ. എന്നെ അവിടുന്ന് പൊക്കി JCBയുടെ കൂടെ നിർത്തി. മണ്ണ് മാന്തുന്ന പണി. എനിക്കതറിയാനും വയ്യ. പഠിച്ചോളാനായിരുന്നു ഉത്തരവ്. ഓഫീസ് വർക്ക് ചെയ്യാൻ ഇയാൾ വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഡിഗ്രി ഒരെണ്ണം ഉണ്ട് കയ്യിൽ. ഓ, അത് ശരി. എന്നിട്ട് പിന്നെ എന്തിനാ ഡ്രൈവറായത്? കളക്ടറാകാനായിരുന്നു ആശ. കസേര ഒഴിവില്ലല്ലോ. ശൈലജയ്ക്ക് ചിരി വന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെല്ലാവരുമുണ്ട്. ആരും പോയിട്ടില്ല. അച്ഛൻ, അമ്മ, ചേച്ചി, അനുജത്തി. അവർക്കാർക്കെങ്കിലും ജോലിയുണ്ടോ? ഇല്ല. വേറെ വരുമാനം? ചിലപ്പോൾ 50ഉം 100ഉം ഒക്കെ ലോട്ടറി അടിക്കും. ഒറ്റ നമ്പർ. ശൈലജയ്ക്ക് അയാളുടെ പെരുമാറ്റവും മറുപടികളും ഇഷ്ടമായി. നല്ല മുഖം, കേൾക്കാൻ സുഖമുള്ള സ്വരം, പൂച്ചയുടെ പോലെ അല്പം മയക്കം ഊറിക്കിടക്കുന്ന കണ്ണുകൾ. പൂച്ചക്കണ്ണാണെന്നും പറയാനും വയ്യ, അല്ലെന്നും പറയാൻ വയ്യ. ലാഘവത്തോടെയുള്ള ഡ്രൈവിംഗ്. എന്ത് പ്രായമുണ്ട് നരേന്ദ്രന്? ഓൺലി 24. അതാണൊരാശ്വാസം. സമയം ഇഷ്ടം പോലെ നീണ്ടുവരുന്ന കിടപ്പുണ്ട്. ഇപ്പോൾ എത്ര നാളായി ഞങ്ങളുടെ കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട്?
2 മാസം. എന്നെ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഒരു ദിവസം മുതലാളിയുടെ വീടിൻ്റെ ടെറസിൽ നിൽക്കുന്നത് കണ്ടു. ഞാൻ ആദ്യം വിചാരിച്ചു സിനിമാ നടി സിമ്രാനാണെന്ന്. അതെന്താ അങ്ങനെ തോന്നാൻ? അവൾക്ക് കൗതുകമായി. തോന്നി. അടിമാലിയിൽ എത്തിയപ്പോഴേക്കും മഴ അല്പം കുറഞ്ഞിരുന്നു. നല്ല തണുപ്പ്. നമുക്ക് ഓരോ കോഫി കുടിക്കാം, ശൈലജ പറഞ്ഞു. ഞാൻ ഇവിടെ ഇരിക്കാം, പോയി കഴിച്ചിട്ട് പോര്. നരേന്ദ്രൻ കോഫി ഹൗസിന് മുമ്പിൽ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് പോയിരിക്കാനോ? നരേന്ദ്രനും കൂടി വാ. അത് പന്തികേടല്ലേ? കോഫി ഹൗസിലും റെസ്റ്റോറൻറ്റിലും എന്താ പന്തികേട്? പക്ഷേ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ നരേന്ദ്രൻ എൻ്റെ ഒപ്പം കയറിയിരുന്നാൽ പന്തികേടാകും. നരേന്ദ്രനും അവളോടൊപ്പം ചെന്നിരുന്ന് ചൂട് കാപ്പി കുടിച്ചു. തിരികെ വീണ്ടും കാറിൽ വന്ന് കയറി. അപ്പോഴേക്കും തങ്ങൾക്കിടയിലുള്ള അകലം വളരെ കുറഞ്ഞതുപോലെ നരേന്ദ്രന് തോന്നി. ശൈലജയെപ്പോലെ സുന്ദരിയായ ഒരു യുവതിയോടൊപ്പം തമ്മിൽ സംസാരിച്ചും ചിരിച്ചും യാത്ര ചെയ്യുക, ഒന്നിച്ചൊരു കോഫി കഴിക്കുക, ഇതൊക്കെ തൻ്റെ ജീവിതത്തിലെ ചെറിയ ഭാഗ്യങ്ങളാണെന്ന് അവന് തോന്നി. ചില ചെറിയ ഒറ്റ നമ്പർ ലോട്ടറികൾ. അവർ വെള്ളിക്കുളം എസ്റ്റേറ്റിൽ എത്തിയപ്പോൾ മണി 6. കാർ കടന്നു ചെല്ലുമ്പോൾ മഹാദേവൻ തമ്പിയും ധർമ്മരാജനും ബംഗ്ലാവിൻ്റെ സിറ്റൗട്ടിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. മഹാദേവൻ തമ്പിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും വിശ്വസ്തനുമാണ് ധർമ്മരാജൻ. കാറിൽ നിന്നിറങ്ങിയ ശൈലജ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. കോൺട്രാക്ടറും അബ്കാരിയുമായ മഹാദേവൻ തമ്പിയുടെ ഇളയ മകളാണ് ശൈലജ തമ്പി. മറ്റു മക്കൾ യഥാക്രമം ഫൽഗുനൻ തമ്പി, പ്രസന്നൻ തമ്പി. ശൈലജ കോഴിക്കോട്ട് എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ്. മാസത്തിൽ 2 തവണ മാത്രമാണ് അവൾ ആനിക്കാട്ട് മൂവാറ്റുപുഴയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്വഭവനത്തിൽ വരാറുള്ളത്. വന്നാൽ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒപ്പം 1-2 ദിവസം താമസിച്ച് മടങ്ങി പോവുകയും ചെയ്യും. വലിയ ഭൂസ്വത്തും ബിസിനസ് ശൃംഖലയ്ക്കും ഉടമയാണ് മഹാദേവൻ തമ്പി. തൻ്റെ ചെറുപ്രായത്തിൽ നിർധനനായിരുന്ന മഹാദേവൻ തമ്പി അളവറ്റ സ്വത്തുക്കളെല്ലാം സമ്പാദിച്ചത് അബ്കാരി ബിസിനസ്സിലൂടെയാണെന്ന് അറിയാത്തവരാരുമില്ല. മഹാദേവൻ തമ്പിക്ക് മൂന്നാറിനപ്പുറം കേരള തമിഴ്നാട് അതിർത്തി വനങ്ങളിൽ എവിടെയോ ഒരു പടുകൂറ്റൻ വ്യാജവാറ്റ് കേന്ദ്രവും ബോട്ടിലിംഗ് പ്ലാന്റും ഉണ്ടെന്നുള്ളതും പരസ്യമായ ഒരു രഹസ്യമാണ്. തൻ്റെ വ്യാജവാറ്റ് ബിസിനസ് ഒരു മറയെന്നോണമാണ് തമ്പി പൂപ്പാറയ്ക്കടുത്തുള്ള തിരുമല എസ്റ്റേറ്റ് വാങ്ങിയതും അതിന് വെള്ളിക്കുളം എസ്റ്റേറ്റ് എന്ന് പേര് മാറ്റിയിട്ടതും. മഹാദേവൻ തമ്പിയുടെ മൂവാറ്റുപുഴയുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കണക്കെഴുത്തുകാരനായി സ്ഥാപനത്തിൽ ജോലിക്ക് ചേർന്ന നരേന്ദ്രന് പിന്നീട് JCB ട്രെയിനിയായി പോകേണ്ടി വന്നു. ഡ്രൈവിംഗ് വശമായിരുന്നതുകൊണ്ട് മഹാദേവൻ തമ്പി ഇടയ്ക്കിടെ അയാളെ ഡ്രൈവറായി ഉപയോഗിച്ചു പോന്നു. ഒരത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകാൻ ഡ്രൈവർമാരില്ലാത്തപ്പോൾ മഹാദേവൻ തമ്പി നരേന്ദ്രനെ വിളിപ്പിക്കും. ഒന്നെങ്കിൽ ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞയക്കും, അതല്ലെങ്കിൽ വെള്ളിക്കുളം എസ്റ്റേറ്റിലേക്ക് ഓട്ടം പോകേണ്ടി വരും. ബാംഗ്ലൂരിലേക്കോ മദ്രാസിലേക്കോ യാത്ര പോകുമ്പോഴും മഹാദേവൻ തമ്പി നരേന്ദ്രനെ കൂടെ കൊണ്ടുപോകും. ദീർഘദൂര യാത്രകളിൽ നരേന്ദ്രൻ വിദഗ്ധനായ ഡ്രൈവറാണെന്നുള്ളതായിരുന്നു മഹാദേവൻ തമ്പി അതിന് കണ്ടെത്തിയ കാരണം. വിദഗ്ധൻ മാത്രമല്ല, വിശ്വസ്തനും. പിറ്റേന്ന് രാവിലെ കുളിച്ച് വേഷം മാറി നെറ്റിയിലൊരു ചന്ദനക്കുറിയുമിട്ട് എന്തിനും തയ്യാറായി ഔട്ട് ഹൗസിൽ ഇരിക്കുകയായിരുന്നു നരേന്ദ്രൻ. നരേന്ദ്ര! ധർമ്മരാജൻ്റെ പരുക്കൻ വിളിയൊച്ച കേട്ട് അയാൾ വേഗം ഔട്ട് ഹൗസിൻ്റെ മുറ്റത്തിറങ്ങി. ആ കെട്ടിടത്തെ ശരിക്കും ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞുകൂടാ. എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ മതിലിനോട് ചേർന്ന് പണിയാളുകൾക്കും പരിചാരകർക്കും താമസിക്കാൻ വേണ്ടി പണിത ആസ്പെറ്റോസ് ഷെഡ്. അതിനോട് ചേർന്നാണ് ഗ്യാരേജ്. ഒരേ സമയം 5-6 വണ്ടികൾ ഗ്യാരേജിനുള്ളിൽ കയറ്റിയിടാം. മഹാദേവൻ തമ്പിയും ധർമ്മരാജനും കൂടി സംസാരിച്ചുകൊണ്ട് ഗ്യാരേജിന് നേർക്ക് നടന്നു വരുന്നത് അവൻ കണ്ടു. ശൈലജ മാറത്ത് കൈകൾ പിണച്ചു കെട്ടി ബംഗ്ലാവിന് ചുറ്റും എസ്റ്റേറ്റിൻ്റെ പുറംകാഴ്ചകൾ ആസ്വദിച്ച് നടക്കുന്നുണ്ട്. മഹാദേവൻ തമ്പിയും ധർമ്മരാജനും തമ്മിലുള്ള സംഭാഷണത്തിനിടയിലേക്ക് കയറി ചെല്ലാൻ മടിച്ച് നരേന്ദ്രൻ ഒതുങ്ങി മാറി നിന്നു. മഹാദേവൻ തമ്പി അവനെ കൈ കാട്ടി വിളിച്ചു. തണുപ്പകറ്റാനായി ധരിച്ചിരുന്ന പുള്ളോവറിൻ്റെ 2 പോക്കറ്റുകളിലും കൈ തിരികൊണ്ട് അയാൾ നരേന്ദ്രനെ അടിമുടി നോക്കി. ഇവനെ കൂടി കൊണ്ടുപോയിക്കോ, കാര്യങ്ങൾ ഓരോന്നായി ഇവനും പഠിച്ചു വരട്ടെ, ധർമ്മരാജനോട് മഹാദേവൻ തമ്പി നിർദ്ദേശിച്ചു. 50-ാം വയസ്സിലും അയാൾ ആരോഗ്യദൃഢഗാത്രനാണെന്ന് നരേന്ദ്രൻ കണ്ടു. വെളുത്ത് തടിച്ച ദേഹം, കർക്കശമായ മുഖഭാവം, നരച്ചു തുടങ്ങിയ കട്ടിയുള്ള മേൽമീശയും തടിച്ച മൂക്കും ആ കാർക്കശി 1 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതായിരുന്നു. കട്ടിപ്പുരുകത്തിന് കീഴിലെ ചോര ഞരമ്പ് പിടഞ്ഞു നിന്ന വലിയ കണ്ണുകളിൽ ക്രൗര്യം വ്യക്തമായിരുന്നു. നീയും ധർമ്മരാജൻ്റെ കൂടെ പോയിക്കോ, മഹാദേവൻ തമ്പി നിർദ്ദേശിച്ചു. ധർമ്മ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ധർമ്മരാജൻ തല കുലുക്കി. താക്കോൽ നീട്ടിക്കൊണ്ട് അയാൾ നരേന്ദ്രനോട് പറഞ്ഞു. വണ്ടി ഇറക്ക്. ജീപ്പ്. ധർമ്മരാജനാണ് ജീപ്പിലിരുന്ന് പോകേണ്ട വഴികൾ പറഞ്ഞു കൊടുത്തത്. മനസ്സിലാക്കിയിരുന്നോണം, ചിലപ്പോൾ ഞാനില്ലാതെയും പോകേണ്ടി വരും. ശരിയെന്ന് നരേന്ദ്രൻ തല കുലുക്കി.
വളവുതിരിവുകളും കയറ്റിറക്കങ്ങളും നിറഞ്ഞ വഴി. ടാർ റോഡ് വിട്ട് കിഴക്കാന്തൂക്കായ മലഞ്ചെരുവിലുള്ള ഗട്ട് റോഡിലൂടെയാണ് ജീപ്പ് ഓടിക്കൊണ്ടിരുന്നത്. ഇരുവശത്തും കാടാണ്. ഇവിടെ നിർത്ത്, ധർമ്മരാജൻ നിർദ്ദേശിച്ചു. കാട്ടിനുള്ളിലൂടെ വള്ളിപ്പടർപ്പുകൾക്ക് കീഴിലൂടെ കാണപ്പെട്ട ഒരു ഊടുവഴിയുടെ മുമ്പിൽ ചെന്ന് ധർമ്മരാജൻ നിന്നു. ചൂളമടിച്ചിട്ട് ഒരു കറുത്ത മനുഷ്യൻ കാട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി വന്നു. സാധനം റെഡിയല്ലേ? ധർമ്മരാജൻ ചോദിച്ചു. കറുത്തയാൾ തിരിഞ്ഞു നോക്കി ചൂളമടിച്ചു. ശൗര്യയില്ലേ? ധർമ്മരാജൻ തിരക്കി. കട്ടപ്പനയ്ക്ക് പോയി. ഞാൻ ആ പാമ്പിനോട് പറഞ്ഞതാ നാളെ പോകാമെന്ന്. കേൾക്കണ്ടേ? ധർമ്മരാജൻ നരേന്ദ്രനെ വിളിച്ചിറക്കി. ഇത് പാമ്പ് യോഹന്നാൻ. നരേന്ദ്രൻ അയാളെ നോക്കി. കയ്യിൽ വെട്ടിത്തയ്ച്ച പോലൊരു ഷർട്ടും കാവിമുണ്ടും വേഷം. കറുത്ത ഇടതിങ്ങിയ മുടി, മീശയില്ല, ചുഴിഞ്ഞു നോക്കുന്ന കണ്ണുകൾ. യോഹന്നാൻ ചിരിച്ചു. അത്രയും ആത്മാർത്ഥതയുള്ള ഒരു ചിരി നരേന്ദ്രൻ മുമ്പ് കണ്ടിട്ടില്ല. പല്ലുകളെല്ലാം വെളിയിലിറങ്ങി വന്നു. നരേന്ദ്രനോട് സൗഹൃദം പ്രഖ്യാപിച്ചു. ഇതേതാ ഈ പുതിയ പാമ്പ്? യോഹന്നാൻ ധർമ്മരാജനോട് ചോദിച്ചു. പേര് നരേന്ദ്രൻ, വണ്ടി ഓടിക്കും. കാട്ടിനുള്ളിൽ നിന്ന് ചലനം കേട്ടു തുടങ്ങി. വലിയ കറുത്ത കന്നാസുകൾ ചുമന്നുകൊണ്ട് 4-5 പേർ റോഡിലേക്ക് ഇറങ്ങി വന്നു. അവ ജീപ്പിൻ്റെ പിന്നിൽ കയറ്റി. വന്നവർ കാട്ടിലേക്ക് തന്നെ പിൻവലിഞ്ഞു. പോകാം, ധർമ്മരാജൻ പറഞ്ഞു. യോഹന്നാൻ ജീപ്പിൻ്റെ പിന്നിൽ കയറിയിരുന്നു. ജീപ്പ് മുമ്പോട്ട് പോയി. മറ്റൊരു ഗട്ട് റോഡിലൂടെ തിരിഞ്ഞ് വീണ്ടും ടാർ റോഡിലെത്തി. ടാർ റോഡിലേക്ക് കയറുന്നിടത്ത് ഒരു പശു റോഡിന് കുറുകെ അയവിറക്കി കിടന്നിരുന്നു. യോഹന്നാൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി പശുവിനെ ശാസിച്ചു. എണീച്ച് മാറു പാമ്പേ, ഞങ്ങൾക്ക് പോകണ്ടേ? പശു അയാളെ ഒന്ന് നോക്കിയിട്ട് എഴുന്നേറ്റ് മാറി നിന്നു. ചെറിയൊരു ടൗൺ കടന്നപ്പോൾ ധർമ്മരാജൻ നരേന്ദ്രനോട് പറഞ്ഞു. ഇത് രാജാക്കാട് സിറ്റി വിട്ട് കുറച്ച് താഴെ വയലരികിലെ കലുങ്കിനപ്പുറത്ത്. ധർമ്മരാജൻ പറഞ്ഞതനുസരിച്ച് വണ്ടി നിർത്തി. അവനെ ഇങ്ങോട്ട് വിളിക്ക്. യോഹന്നാൻ കലുങ്കിന് നേർക്ക് വിരൽ ചൂണ്ടി. ദാ കലുങ്കയിലിരുന്ന് തല പൊക്കി നോക്കുന്ന പാമ്പിനെ. നരേന്ദ്രനെ വിളിക്കേണ്ടി വന്നില്ല. അയാൾ എഴുന്നേറ്റ് വന്നു. ധർമ്മരാജൻ അയാളെ നരേന്ദ്രന് പരിചയപ്പെടുത്തി. ചാക്കപ്പൻ. അയാൾ ജീപ്പിൽ നിന്നൊരു കന്നാസ് എടുത്ത് താഴെ ഇറക്കി. ഇനി ശാന്തമ്പാറയ്ക്ക്, ധർമ്മരാജൻ പറഞ്ഞു. ജീപ്പ് ഓടിക്കൊണ്ടിരുന്നു. യോഹന്നാൻ്റെ ഭാര്യയും മക്കളുമൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ധർമ്മരാജൻ ലോഹ്യം ചോദിച്ചു. ഭാര്യയുടെ കാര്യം ഒന്നും പറയാതിരിക്കുക സാറേ ഭേദം. ആ പാമ്പിന് എപ്പോഴും ഓരോരോ സൂക്കേടാ. മക്കൾ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? മൂത്ത പാമ്പ് 6ാം ക്ലാസ്സിലാ, പഠിച്ചോളും. ഇളയത് 2 ഒരു രക്ഷയുമില്ല, യോഹന്നാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഉച്ചയോടടുത്തപ്പോൾ മുതൽ ചന്നം പിന്നെ മഴ. ശൈലജയ്ക്ക് ബോറടിച്ചു. മഴ മാത്രമല്ല, തണുപ്പും. അച്ഛാ, ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോവുക, അവൾ മഹാദേവൻ തമ്പിയെ സമീപിച്ചു പറഞ്ഞു. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് ഓടി വന്നത്? കാണാൻ. ഇവിടെ ഇതുപോലത്തെ നശിച്ച മഴയാണെന്ന് ആരറിഞ്ഞു? നാളെ ആണെങ്കിൽ ഞാനുമുണ്ട്, നമുക്കൊന്നിച്ചു പോകാം. മടുത്തച്ഛാ, ഞാൻ ഇന്ന് തന്നെ പോവുക. ശരി, ഡ്രൈവർ ഇങ്ങ് വന്നോട്ടെ. 5 മണിയായി നരേന്ദ്രനും ധർമ്മരാജനും മടങ്ങിയെത്തിയപ്പോൾ. ഒന്ന് നടുനിവർക്കാമെന്ന് കരുതി നരേന്ദ്രൻ ഷെഡിൽ കയറി ജമുക്കാളം വിരിച്ച് കട്ടിലിൽ കിടന്നതേയുള്ളൂ. ഉടൻ മഹാദേവൻ തമ്പിയുടെ ഉത്തരവെത്തി. ഉടൻ മൂവാറ്റുപുഴയ്ക്ക് തിരിക്കുക. ഡ്രൈവിംഗ് പഠിച്ചത് എൻ്റെ കഷ്ടകാലം. പിറുപിറുത്തുകൊണ്ട് നരേന്ദ്രൻ എഴുന്നേറ്റു. അച്ഛനും മകളും ബംഗ്ലാവിൻ്റെ സിറ്റൗട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. പോട്ടെ അച്ഛാ. ശൈലജ വന്ന് കാറിൽ കയറി. സന്ധ്യയ്ക്ക് മൂവാറ്റുപുഴ എത്തും. 2-2.5 മണിക്കൂർ മതി. പതുക്കെ പോയാൽ മതി, കേട്ടല്ലോ? മഹാദേവൻ തമ്പി നരേന്ദ്രനോട് പറഞ്ഞു. കാർ നീങ്ങി. മൂന്നാർ എത്തുമ്പോഴേക്കും മഴ കനത്തു. മുതലാളിക്ക് കള്ളവാറ്റിൻ്റെ ബിസിനസ്സും ഉണ്ടോ? നരേന്ദ്രൻ കാർ ഓടിക്കവേ ചോദിച്ചു. എനിക്കറിയില്ല, ശൈലജ അനിഷ്ടത്തോടെ പറഞ്ഞു. ഇന്നലെ കണ്ട പെണ്ണല്ലല്ലോ എന്ന് നരേന്ദ്രൻ ഓർത്തു. അസ്വസ്ഥയാണവൾ. അടിമാലിയിൽ എത്തുമ്പോഴേക്കും പേമാരിയും ആഞ്ഞടിക്കുന്ന കാറ്റും. മുമ്പോട്ട് പോകണോ? നരേന്ദ്രൻ സംശയം പ്രകടിപ്പിച്ചു. അല്ലാതെ പിന്നെ? അവൾ നെറ്റി ചുളിച്ചു. തിരിച്ച് എസ്റ്റേറ്റിൽ പോയി കിടന്നിട്ട് നാളെയെങ്ങാനും? വേണ്ട, ഈ പരും മഴയത്ത് എങ്ങനാ? ശൈലജ ഒന്നും മിണ്ടിയില്ല. ഒരു കാപ്പിയൊക്കെ കുടിച്ച് മഴ കുറയുമോയെന്ന് നോക്കാം. 3/4 മണിക്കൂറോളം അവർ റെസ്റ്റോറൻറ്റിലിരുന്നു. മഴയും കാറ്റും ശമിക്കുന്ന ലക്ഷണമില്ല. സമയം കളയണ്ട, പോയേക്കാം. ശൈലജ വന്ന് കാറിൽ കയറി. റോഡിലെമ്പാടും കലങ്ങിയ മഴവെള്ളം കുത്തിയൊലിക്കുകയാണ്. നരേന്ദ്രൻ സാവധാനം കാർ ഓടിച്ചു. വൈപ്പർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും റോഡ് ശരിക്ക് കാണാൻ വയ്യ. സന്ധ്യയായി കഴിഞ്ഞു. അല്ലെങ്കിൽ തന്നെ നേരം ഇരുട്ടിയ പ്രതീതിയായിരുന്നു. ഹെഡ്ലൈറ്റ് ഇട്ടാണ് വണ്ടി ഓടിക്കുന്നത്. എതിരെ വരുന്ന വാഹനങ്ങളും ഹെഡ്ലൈറ്റുകൾ പ്രകാശിപ്പിച്ചിരുന്നു. മഴയ്ക്ക് പിന്നെയും ശക്തിയേറി. കാറ്റ് ചീറി അടിച്ചുകൊണ്ടിരുന്നു. ആൾതാമസമുള്ള പ്രദേശങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി കാടാണ്. പലയിടത്തും റോഡേത് തോടേത് എന്ന് തിരിച്ചറിയാൻ വയ്യ. വഴിയിലെമ്പാടും കാറ്റൊടിച്ചിട്ട ചെറിയ മരച്ചില്ലകൾ. മലവെള്ളപ്പാച്ചിലിൽ മണ്ണും കല്ലുകളും വന്നടിഞ്ഞ് ദുർഘടമായ റോഡ്. കാറിന് ഒച്ചിഴയുന്ന വേഗതയായി. നരേന്ദ്രൻ ശൈലജയെ നോക്കി. ഭയന്നിരിക്കുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ തിരിച്ചു പോകാമെന്ന്. നരേന്ദ്രൻ പിറുപിറുത്തു.
റോഡിൽ പലയിടത്തും മണ്ണിടിഞ്ഞു കിടക്കുന്നു. എതിരെ വാഹനങ്ങളൊന്നും വരുന്നില്ല. കുറേ ദൂരം കൂടി അവർ മുമ്പോട്ട് പോയി. മണ്ണും ചെളിയും കല്ലും വന്നടിഞ്ഞ് ചെളിക്കുളം പോലെ കാണപ്പെട്ട ഭാഗം കടക്കാൻ ശ്രമിക്കുമ്പോൾ ടയറുകൾ ചെളിയിൽ പുതഞ്ഞുപോയി. ഫസ്റ്റ് ഗിയറിലിട്ട് നോക്കിയിട്ടും വണ്ടി മുന്നോട്ട് 1 ഇഞ്ച് നീങ്ങുന്നില്ല. തൊട്ടു മുമ്പിൽ മലയിടിഞ്ഞതുപോലെ കല്ലും മണ്ണും വീണ് റോഡ് അടഞ്ഞിരിക്കുന്നത് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നരേന്ദ്രൻ കണ്ടു. റിവേഴ്സ് എടുക്കാൻ നോക്ക്, ശൈലജ പേടിയോടെ പറഞ്ഞു. നരേന്ദ്രൻ ശ്രമിച്ചു നോക്കി. ഇല്ല, ഒരു രക്ഷയുമില്ല. ശൈലജ വാച്ചിൽ നോക്കി. 8 മണിയാകുന്നു. മുമ്പിൽ ഒരു രാത്രി, കാട്, പേമാരി, കൊടുങ്കാറ്റിൻ്റെ ഹുങ്കാരം. എതിരെ വണ്ടി വല്ലതും വരുന്നോ എന്ന് കാത്ത് ശൈലജയും നരേന്ദ്രനും കാറിനുള്ളിൽ തന്നെ ഇരുന്നു. ഇങ്ങനെ ഇരുന്നാൽ മതിയോ നരേന്ദ്ര? ശൈലജയ്ക്ക് കണ്ടമിടറി. അല്ലാതെ ഇപ്പോൾ എന്തു ചെയ്യാൻ പറ്റും? വേറെ ഒരു വണ്ടിയും വരുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അല്പം മുമ്പോട്ട് നടന്നു നോക്കാം. ഇങ്ങോട്ട് കടക്കാൻ കഴിയാതെ വണ്ടി വല്ലതും വഴിമുടങ്ങി കിടപ്പുണ്ടോയെന്ന് അറിയാമല്ലോ. ഈ മഴയത്ത് എങ്ങനെ പുറത്തിറങ്ങും? എൻ്റെ കയ്യിലൊരു കുടയുണ്ട്. അവൾ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഇടതുവശത്ത് വെച്ചിരുന്ന കുടയെടുത്തു. കാറിൻ്റെ ഡോറ് തുറന്നപ്പോഴാണ് വെളിയിലെ കാറ്റിൻ്റെയും മഴയുടെയും ഭീകരത മനസ്സിലായത്. രണ്ടും കൽപ്പിച്ചവൻ റോഡിലൂടെ കുത്തിയൊലിക്കുന്ന ചെളിവെള്ളത്തിലേക്ക് ഇറങ്ങി. തലയ്ക്ക് മുകളിൽ കാറ്റ് മരച്ചില്ലകളെ അടിച്ചുലച്ചുകൊണ്ടിരുന്നു. നരേന്ദ്രൻ ഏതാനും വാര നീങ്ങിയതേയുള്ളൂ. പിന്നിൽ നിന്ന് വിളിക്കുന്ന ഒച്ച കേട്ടു. ശൈലജ ഡോറ് തുറന്ന് പുറത്തിറങ്ങുന്ന അവൻ കണ്ടു. അവൾക്ക് എന്തിനുള്ള പുറപ്പാടാ? നരേന്ദ്രൻ ആരോടൊന്നില്ലാതെ ചോദിച്ചു. മഴ നനഞ്ഞ് അവൾ നരേന്ദ്രൻ്റെ നേർക്ക് വന്നുകൊണ്ടിരുന്നു. ആ കാറിനുള്ളിൽ ഇരുന്നാൽ പോരെ? നരേന്ദ്രൻ ദേഷ്യപ്പെട്ടു. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാ, എന്നെ കൂടി കൊണ്ടുപോ. ഇതിനകം അവൾ മഴയിൽ കുളിച്ചു കഴിഞ്ഞിരുന്നു. കാറ്റിനെതിരെ പരിച പോലെ പിടിച്ചിരുന്ന കുട അവൻ അവളുടെ തലയ്ക്ക് മീതെ ചൂടിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് വലിയ ഫലമൊന്നും ഉണ്ടായില്ല. റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണ ഭാഗം കടന്ന് അവർ മുന്നോട്ട് നീങ്ങി. റോഡിൻ്റെ നടുവിൽ 2 പച്ച കണ്ണുകൾ തിളങ്ങി. എന്താ അത്? ശൈലജ ഭീതിയോടെ ചോദിച്ചു. അതേതോ ചെറിയ കാട്ടുമൃഗമാ. നമുക്കിനി മുന്നോട്ട് പോകണ്ട. അവൾ അവനോട് ചേർന്ന് നിന്നു. എന്താ, പേടിയാണോ? ഞാനില്ലേ കൂടെ? ഇനി അങ്ങോട്ട് കാറിൻ്റെ ലൈറ്റില്ലല്ലോ. അവൾ മഴയ്ക്കപ്പുറത്തെ ഇരുട്ടിൻ്റെ സമുദ്രത്തിലേക്ക് നോക്കി. ഈ വനത്തിൽ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ടാവുമോ നരേന്ദ്ര? ഞാൻ കണ്ടിട്ടില്ല. ആനയും പുലിയും ചെന്നായും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാറിൽ നിന്നുള്ള പ്രകാശം തീരെയും ഇല്ലാതായി. നടക്കുന്നതിനിടയിൽ റോഡിൽ വീണ് കിടന്ന മരച്ചിലയിൽ പാദം കുരുങ്ങി ശൈലജ വീഴാൻ പോയി. നരേന്ദ്രൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവളുടെ അരയിലൂടെ കൈ ചുറ്റി തന്നോട് ചേർത്ത് പിടിച്ച് നടത്തി. റോഡിൻ്റെ കാനകളിൽ നിന്നും തൊട്ടപ്പുറത്തെ കലുങ്കിന് കീഴിൽ നിന്നും മലവെള്ളക്കുത്തൊഴുക്കിൻ്റെ ആരവം കേൾക്കാമായിരുന്നു. ഇനി മുന്നോട്ട് പോകാൻ വയ്യ. റോഡിൽ കല്ലും മണ്ണും ചെളിയും. ഇനി രക്ഷയില്ല. നരേന്ദ്രൻ നിന്നു. കാറ്റ് അവൻ്റെ കയ്യിലിരുന്ന കുടയെടുത്ത് മറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ദൂരെയെങ്ങും വെളിച്ചത്തിൻ്റെ ഒരു നുറുങ്ങുപോലും കാണാനില്ല. എവിടെയൊക്കെയോ റോഡ് ബ്ലോക്കായിട്ടുണ്ട്, നരേന്ദ്രൻ പറഞ്ഞു. അതുകൊണ്ടാ എതിരെ വണ്ടിയൊന്നും കാണാത്തത്. അവർ തിരികെ കാറിനരികിലേക്ക് നടന്നു. കുടയുണ്ടെങ്കിലും രണ്ടുപേരും നനഞ്ഞു കുളിച്ചിരുന്നു. വീണ്ടും കാറിനടുത്ത് എത്തിയപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, വെറുതെ മഴ നനയണ്ട, കാറിനകത്ത് കയറിയിരുന്നു. ഞാൻ കുറച്ച് ദൂരം പിറകിലോട്ട് പോയി നോക്കിയിട്ട് വരാം. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് കാറിലിരിക്കില്ല. റോഡിലെ ഒഴുക്ക് കൂടി വന്നതിനൊപ്പം ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഹുങ്കാരവും കേട്ടു. ശൈലജ തൻ്റെ ഇടത് കരം കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. റോഡിലെ കലുങ്കിനു മീതെ കൂടി വെള്ളം കവിഞ്ഞൊഴുകിയാണെന്ന് നരേന്ദ്രന് മനസ്സിലായി. എവിടെയോ ഉരുള് പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാൽമുട്ടിന് താഴെ ഒഴുക്ക് വന്നടിച്ചു തുടങ്ങിയതോടെ നരേന്ദ്രൻ ശൈലജയെയും കൊണ്ട് പിന്മാറി. അവർ വീണ്ടും കാറിനരികെ ചെന്നു. ഇനി എന്തു ചെയ്യും നരേന്ദ്ര? അബ്കാരിയും കോൺട്രാക്ടറും കോടീശ്വരനുമായ മഹാദേവൻ തമ്പിയുടെ മകളുടെ ഔദ്ധത്യം നിറഞ്ഞ ശബ്ദമല്ല അപ്പോൾ അവളുടേതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കൊടുങ്കാറ്റിൽ ദിക്കറിയാതെ ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയുടെ വിലാപ ശബ്ദം. രക്ഷാകർതൃബോധത്തോടെ നരേന്ദ്രൻ അവൾ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചു. നമുക്ക് കാറിലിരുന്നാൽ മതി നരേന്ദ്ര, എങ്ങോട്ടും പോകണ്ട, അവൾ അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു. നരേന്ദ്രൻ ബാക്ക് സീറ്റിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. അവൾ അകത്ത് കയറി. ഡോർ അടച്ച ശേഷം അവൻ തൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നു. ഡോർ അടച്ചു കഴിഞ്ഞപ്പോൾ പ്രകൃതിയുടെ കോളിളക്കത്തിൽ നിന്ന് ഒരു രക്ഷാസങ്കേതത്തിൽ അഭയം പ്രാപിച്ചതുപോലെ തണുത്തു വിറച്ചിട്ട് ശൈലജയുടെ പല്ലുകൾ കിടുന്നനടിക്കുന്ന ഒച്ച നരേന്ദ്രന് കേൾക്കാമായിരുന്നു. അവനും നന്നേ തണുക്കുന്നുണ്ടായിരുന്നു. നനഞ്ഞ വേഷം കൂടിയായപ്പോൾ തണുപ്പ് ഇരട്ടിക്കുകയുള്ളൂവെന്ന് നരേന്ദ്രനും മനസ്സിലായി. രാത്രി മുഴുവൻ ഇതിനകത്ത് കഴിയേണ്ടി വരും. അവൻ പിന്നോട്ട് നോക്കി പറഞ്ഞു. ശൈലജയിൽ നിന്ന് മറുപടി ഒന്നും ഉണ്ടായില്ല. കാറ്റിനും മഴയ്ക്കും ഒന്നുകൂടി ശക്തിയേറുന്നതുപോലെ നരേന്ദ്രന് തോന്നി. പൊടുന്നിനെ കാതടുപ്പിക്കുന്ന ഒരച്ച, പിന്നാലെ ശൈലജയുടെ നിലവിളി. ഞെട്ടിപ്പോയ നരേന്ദ്രന് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാകാൻ ഏതാനും നിമിഷമെടുത്തു. അവൻ ഡോർ തുറന്ന് പുറത്ത് ചാടി വെളിയിലിറങ്ങി. കാറിന് മീതെ ഒരു വൃക്ഷശിഖരം ഒടിഞ്ഞു വീണ് കിടക്കുന്നു. സംഗതി അത്ര അപകടകരമല്ലെന്ന് അവന് മനസ്സിലായി.
മറുവശം ചുറ്റി വന്ന് ഇടതുവശത്തെ ബാക്ക് ഡോർ തുറന്നു. ഇരു കൈകൊണ്ടും കർണം പൊത്തിപ്പിടിച്ച് നിലവിളിച്ച ശൈലജ ഒറ്റ കുതിപ്പിന് അവനെ കെട്ടിപ്പിടിച്ചു. നരേന്ദ്രൻ സീറ്റിലേക്ക് കയറിയിരുന്നു. ഡോർ അടച്ചു. വൃക്ഷശിഖരം വീണതോടെ കാറിനുള്ളിലുണ്ടായിരുന്ന ലൈറ്റും അണഞ്ഞുപോയിരുന്നു. ഒരു മരച്ചില്ല ഒടിഞ്ഞ് കാറിന് മീതെ വീണതാ, പേടിക്കാനൊന്നുമില്ല. നരേന്ദ്രൻ അവളെ ആശ്വസിപ്പിച്ചു. അവൾ ഒന്നുകൂടി അവനെ മുറുകെ ആശ്ലേഷിച്ചു. നരേന്ദ്രൻ തൻ്റെ കൈകൾ സ്വതന്ത്രമാക്കിയ ശേഷം അവളുടെ പുറത്തുകൂടി കൈ ചുറ്റി തൻ്റെ ഉടലിലേക്ക് അവളെ അണച്ചു പിടിച്ചു. അവൻ അവളുടെ പുറത്തും പിൻകഴുത്തിലും തഴുകി. നനഞ്ഞു ചിതറിയ മുടി വിരലുകൾ കൊണ്ട് കോതി. തൻ്റെ ഷർട്ടഴിച്ച് പിഴിഞ്ഞിട്ട് അവൻ അതുകൊണ്ട് അവളുടെ തല തൂർത്തി. മുഖവും കഴുത്തും തുടച്ചു. ഷർട്ട് വീണ്ടും കാറിനുള്ളിലേക്ക് പിഴിഞ്ഞ് അവൻ തൻ്റെ തലയും തുടച്ചു. തണുത്ത് വിറച്ചിട്ട പല്ലുകൾ കൂട്ടിത്തല്ലുന്ന അവളുടെ മുഖം പിടിച്ച് അവൻ ഇരു കവിളത്തും അമർത്തി തിരുമി. പിന്നെ ആ മുഖം തൻ്റെ തോളത്തേക്ക് ചേർത്ത് പിടിച്ചു. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് വരെ ഇതുപോലൊരു രംഗം തനിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കില്ലായിരുന്നുവെന്ന് നരേന്ദ്രൻ ഓർത്തു. ഞരമ്പുകളിലൂടെ ഒരു ചൂട് മെല്ലെ വ്യാപിച്ചു വരുന്നത് അവൻ അറിഞ്ഞു. അവളുടെ മുഖം കയ്യിലെടുത്ത് അവൻ നോക്കി. കാറിനുള്ളിലെ ഇരുട്ടിൽ അവളുടെ മിഴികളിലെ നനഞ്ഞ തിളക്കം നരേന്ദ്രൻ കണ്ടു. ചോരയിലൂടെ പതിഞ്ഞു കയറുന്ന ധൈര്യത്തിൽ അവൻ ആ മിഴികളിലേക്ക് തൻ്റെ അതരം അർപ്പിച്ചു. തൻ്റെ പിൻകഴുത്തിൽ അവളുടെ കൈത്തലങ്ങൾ മുറുകുന്നത് അവന് മനസ്സിലായി. അവളുടെ വിറ കൊള്ളുന്ന ചുണ്ടുകളുടെ തണുപ്പ് അവൻ ഏറ്റുവാങ്ങി. മഹാദേവൻ തമ്പി കുറേ നേരം ഡയൽ ചെയ്തു നോക്കി. ലൈൻ കിട്ടുന്നില്ല. മൂവാറ്റുപുഴയിൽ എത്തിയാൽ ഉടനെ വിളിക്കണമെന്ന് ശൈലജയോട് പ്രത്യേകം പറഞ്ഞിരുന്നതാണ്. അവിടുന്ന് ഫോൺ കോളുകളൊന്നുമില്ല. അങ്ങോട്ട് വിളിച്ചിട്ട് കണക്ഷൻ കിട്ടുന്നുമില്ല. പുറത്ത് കോരിച്ചൊരിയുന്ന മഴയും ചീറിയടിക്കുന്ന കാറ്റും. ചിമ്മിനിയിൽ കൽക്കരി കോരിയിട്ടിരുന്നുകൊണ്ടിരുന്ന ധർമ്മരാജനോട് മഹാദേവൻ തമ്പി ചോദിച്ചു, അവർ മൂവാറ്റുപുഴ എത്തിക്കാണില്ലേ ധർമ്മ? ധർമ്മരാജൻ വാൾ ക്ലോക്കിൽ നോക്കി. എത്തേണ്ട സമയം കഴിഞ്ഞു. അവിടുന്ന് ആരും വിളിക്കുന്നില്ലല്ലോ. ടെലിഫോൺ ലൈൻ തകരാറായി കാണും. എന്തൊരു കാറ്റും മഴയുമാ. ന്യൂനമർദ്ദമാണെന്ന റേഡിയോ ന്യൂസ്. 3-4 ദിവസം നീണ്ടു നിൽക്കുമത്രേ. എന്നാ മർദ്ദമാണേലും ഇതുപോലൊരു കാറ്റും മഴയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവർക്ക് വനത്തിൽ കൂടിയാണല്ലോ പോകേണ്ടത്. അതാണൊരു പേടി. അവരങ്ങ് എത്തിക്കാണും മുതലാളി. അല്ലെങ്കിൽ അടിമാലിയിലൊന്ന് വിളിച്ചു ചോദിച്ചേ, വണ്ടികൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ടോയെന്നറിയാമല്ലോ, ധർമ്മരാജൻ പറഞ്ഞു. മഹാദേവൻ തമ്പി ഉടനെ തന്നെ അടിമാലിയിലെ ഒരു പെട്രോൾ പമ്പിലേക്ക് ഫോൺ വിളിച്ച് അന്വേഷിച്ചു. 8 മണി മുതൽ വാഹനങ്ങളൊന്നും നേര്യമംഗലം ഭാഗത്തു നിന്ന് വരുന്നില്ലെന്നായിരുന്നു മറുപടി. നേര്യമംഗലം ഭാഗത്തേക്കും വണ്ടികളൊന്നും പോകുന്നില്ലെന്നും അറിവ് കിട്ടി. റോഡിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട്. അത്രയും വിവരം അറിഞ്ഞപ്പോഴേക്കും മഹാദേവൻ തമ്പിക്ക് വേവലാതിയായി. ഞാൻ അവളോട് പറഞ്ഞതാ ഇന്ന് പോകണ്ടെന്ന്. നാളെ ഒന്നിച്ചു പോകാമെന്ന്. കേട്ടിട്ടില്ല. ഇപ്പോഴെവിടെയാണെന്ന് ആർക്കറിയാം? 8 മണി മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊന്നും പോകുന്നില്ലെന്ന്. 8 മണി മുതലല്ലേ? അതിനൊക്കെ മുമ്പേ അവർ മൂവാറ്റുപുഴയിൽ എത്തിക്കാണും, ധർമ്മരാജൻ ആശ്വസിപ്പിച്ചു. എടോ, 8 മണി മുതൽ വണ്ടി വരുന്നില്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം 7 മണി മുതലെങ്കിലും റോഡിൽ തടസ്സമുണ്ടായിട്ടുണ്ടെന്നാ. ധർമ്മരാജന് മഹാദേവൻ തമ്പിയുടെ വേവലാതി മനസ്സിലാകുന്നുണ്ട്. ഒരേയൊരു മകളാണ്. മുതലാളിയുടെ ജീവനാണ്. ആൺമക്കളോടുള്ളതിനേക്കാൾ 10 ഇരട്ടി പ്രിയമാണ് മുതലാളിക്ക് മകളോട്. അവൾക്കൊരു പോറലെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ മഹാദേവൻ മുതലാളി സഹിക്കില്ല. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഒരു ഏകപക്ഷീയ കാമുകൻ സ്ഥിരമായി അവളെ ശല്യം ചെയ്തു പോന്നിരുന്നു. വിവരമറിഞ്ഞ മുതലാളി ഒരു ചെറിയ താക്കീത് നൽകി. പക്ഷേ കാമുകൻ പിന്മാറാൻ കൂട്ടാക്കിയില്ല. താൻ സ്വപ്നം കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു മോഷണക്കേസിൽ പ്രതിയായി 4 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്നു അവന്. അവൻ്റെ പാവപ്പെട്ട കുടുംബത്തിന് ഉള്ളതൊക്കെ വിറ്റുപെറുക്കി എവിടേക്കോ പലായനം ചെയ്യേണ്ടിയും വന്നു. ഒരു കാര്യം ചെയ്താലോ മുതലാളി? ഇടുക്കിയിലെ നമ്മുടെ പൈലിയെ ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങോട്ട് ലൈൻ കാണും. എന്നിട്ട് ഇടുക്കിയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് വിളിച്ച് അന്വേഷിക്കാൻ പൈലിയോട് പറയാം. വീട്ടിൽ അന്വേഷിച്ചിട്ട് വിവരം ഇങ്ങോട്ട് അറിയിക്കാൻ പറ. അതൊരു നല്ല ഐഡിയ ആണെന്ന് തമ്പിക്കും തോന്നി. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ധർമ്മരാജൻ്റെ ബുദ്ധിയാണല്ലോ തൻ്റെ രക്ഷയ്ക്ക് എത്തിയിട്ടുള്ളതെന്ന് അയാൾ ഓർത്തു. ഇടുക്കിയിലേക്ക് വിളിച്ചപ്പോൾ ലൈനുണ്ട്. പൈലിയെ തന്നെ കിട്ടുകയും ചെയ്തു. മൂവാറ്റുപുഴയ്ക്കോ തൊടുപുഴയ്ക്കോ എവിടെങ്കിലും വിളിച്ച് വിവരമറിഞ്ഞിട്ട് തിരിച്ച് വിളിച്ചോളാമെന്ന് പൈലി ഏറ്റു. ഫോൺ വെച്ചിട്ട് മഹാദേവൻ തമ്പി അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. 11 മണിയോടെ ടെലിഫോൺ ശബ്ദിച്ചു. തമ്പി ചെന്ന് റിസീവർ എടുത്തു. പൈലിയായിരുന്നു. അയാളുടെ പരിഭ്രാന്തമായ ശബ്ദം മഹാദേവൻ തമ്പിയെ ഞെട്ടിച്ചു കളഞ്ഞു. കാർ ഇതുവരെ മൂവാറ്റുപുഴ ചെന്നിട്ടില്ലെന്നാ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. മോള് എസ്റ്റേറ്റിലുണ്ടല്ലോ എന്ന് സമാധാനിച്ചിരിക്കുമായിരുന്നു അവർ. വിവരമറിഞ്ഞപ്പോൾ പ്രസന്നൻ കൊച്ചുമുതലാളി വണ്ടി എടുത്തോണ്ട് അപ്പം തന്നെ നേര്യമംഗലത്തിന് പാഞ്ഞിട്ടുണ്ട്. പൈലി ബാക്കി പറഞ്ഞതൊന്നും തമ്പി കേട്ടില്ല. സമനില വീണ്ടും കിട്ടിയപ്പോൾ അയാൾ ധർമ്മരാജൻ്റെ നേർക്ക് ആക്രോശിച്ചു. വണ്ടി ഇറക്കടോ പെട്ടെന്ന്. ധർമ്മരാജൻ വാതിൽ തുറന്നു മഴയത്തേക്ക് കുതിച്ചിറങ്ങി. പിറകെ മഹാദേവൻ തമ്പിയും.
അടിമാലിയിൽ എത്തിയപ്പോഴാണ് പ്രശ്നത്തിൻ്റെ രൂക്ഷത മനസ്സിലായത്. അടിമാലി നേരിമംഗലം റോഡിൽ പലയിടത്തും ഉരുൾപൊട്ടൽ മൂലം ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. ജനവാസമുള്ള ഏതോ മലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. വീടുകൾ ഒലിച്ചുപോയെന്നും പലരും മരിച്ചുപോയെന്നും കേൾക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന് പോയ പോലീസ് മുമ്പോട്ട് പോകാനാവാതെ തിരിച്ചു പോന്നു. വിവരങ്ങൾ അറിഞ്ഞ് എന്തു ചെയ്യണമെന്നറിയാതെ മഹാദേവൻ തമ്പി സ്തംഭിച്ചിരുന്നു. നേരം പുലരുന്നതേയുണ്ടായിരുന്നുള്ളൂ. മഴ തോരാത്തതുകൊണ്ട് സന്ധ്യയുടെ പ്രതീതി. പാറക്കെട്ടിൽ നിന്ന് ഒഴുകി കാനയിലേക്ക് ഒഴുകുന്ന വെള്ളം ടിന്നുകൊണ്ട് മുക്കിയെടുത്ത് സുഖമായൊന്ന് കുളിച്ചു നരേന്ദ്രൻ. നനഞ്ഞ മുണ്ടുകൊണ്ട് തല തുവർത്തി. അത് തന്നെ പിഴിഞ്ഞെടുത്തു. നല്ല സുന്ദരമായ മഴ. അവൻ അങ്ങനെയാണ് തോന്നിയത്. നരേന്ദ്രൻ കാറിനരികിലെത്തി പതുക്കെ ബാക്ക് ഡോർ തുറന്നു. എസ്റ്റേറ്റിലേക്ക് പോരുമ്പോൾ താൻ മാറിയുടുക്കാനായി കൊണ്ടുവന്നിരുന്ന ലുങ്കി കൊണ്ട് മൂടി പുതച്ച് നിവർത്തിയിട്ട ബാക്ക് സീറ്റിൽ ചുരുണ്ടുകിടന്നുറങ്ങുകയാണ് ശൈലജ. അവളുടെ മിടിയും ടോപ്പും ഈറനുണങ്ങാൻ ഫ്രണ്ടിലെ സീറ്റുകളിൽ വിരിച്ചിട്ടിട്ടുണ്ട്. നരേന്ദ്രൻ അവളുടെ കിടപ്പ് നോക്കി. അതിൻ്റെ ലാസമതം പുരണ്ട സൗന്ദര്യത്തിൽ ലീനനായി അങ്ങനെ തന്നെ നിന്നു. പിന്നെ മഴത്തുള്ളി വലതുകൈയുടെ ചൂണ്ടുവിരലിൽ പുരട്ടി അവളുടെ നെറ്റിയിൽ തൊട്ടു. അവൾ കണ്ണു തുറക്കാതിരിക്കുകയും ചുണ്ടിലൊരു മന്ദസ്മിതം കളിയാടുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ നരേന്ദ്രന് മനസ്സിലായി അവൾ ഉണർന്നിട്ടും കണ്ണടച്ച് കിടക്കുകയായിരുന്നുവെന്ന്. തൻ്റെ ചൂണ്ടുവിരലറ്റം അവൻ അവളുടെ നെറ്റിയിലൂടെ നാസികയിലൂടെ ഉരസി മൂക്കിൻ്റെ തുമ്പിലെത്തി. അവളുടെ കവിളിണകളിൽ നുണക്കുഴി തെളിയുകയും ചുണ്ടുകളിലൊരു പുഞ്ചിരി വിരിയാൻ വെമ്പൽ കൊള്ളുകയും ചെയ്തു. എന്നിട്ടും അവൾ മിഴി തുറന്നില്ല. നാസികത്തുമ്പിൽ നിന്നും അവൻ്റെ ചൂണ്ടുവിരൽ ഊർന്നിറങ്ങി അവളുടെ ചുണ്ടുകളിൽ വന്നമർന്നു. കീരിപ്പല്ലുകൾ കൊണ്ടുള്ള കടിയേറ്റ് അവൻ്റെ വിരലൊന്ന് പിടഞ്ഞു. മധുരതരമായ വേദന. തൻ്റെ ബാഗിനുള്ളിൽ നിന്ന് നരേന്ദ്രൻ ശൈലജയ്ക്ക് പല്ല് തേക്കാൻ പേസ്റ്റ് എടുത്തു കൊടുത്തു. അവൾ വിരലിൽ പുരട്ടി പല്ല് തേച്ചുകൊണ്ട് പാറയിൽ നിന്നും വെള്ളം വീഴുന്നിടത്തേക്ക് പോയി. കുളിക്കാനുള്ള സോപ്പും നരേന്ദ്രൻ ബാഗിൽ നിന്നെടുത്ത് അവൾക്ക് കൊടുത്തു. ഞാൻ കുറച്ചു ദൂരം പുറകോട്ട് പോയി നോക്കിയിട്ട് വരാം. മഴയൽപ്പം തോർന്ന നേരമായിരുന്നു. രാത്രിയിലെ കാറ്റിൻ്റെയും മഴയുടെയും ഭീകരത എന്തായിരുന്നുവെന്ന് ഇപ്പോഴാണ് അവന് വ്യക്തമായത്. റോഡ് നാമാവശേഷമായി കിടക്കുന്നു. കുറേ ദൂരം പോയിട്ട് നരേന്ദ്രൻ തിരിച്ചു പോന്നു. ശൈലജ ചെറിയ വെള്ളച്ചാട്ടത്തിനരികിൽ തണുത്ത് ചൂളിപ്പിടിച്ച് നിൽപ്പുണ്ട്. കുളിച്ചില്ലേ ഇതുവരെ? അവൻ ചോദിച്ചു. ഭയങ്കര തണുപ്പ്, എനിക്ക് മടിയാ. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു പിന്നിൽ നിന്ന് അവളുടെ വയറിന് മീതെ കൂടി കൈകൾ ചുറ്റി കെട്ടിപ്പിടിച്ചു. തോളിലേക്ക് താടി മുട്ടിച്ച് കവിളോട് കവിൾ ചേർത്തു. പിന്നെ മെല്ലെ അവളെ പാറയിൽ നിന്ന് വീഴുന്ന വെള്ളത്തിൻ്റെ കീഴിലേക്ക് തള്ളി നീക്കി. അവൾ കൊഞ്ചിക്കൊണ്ട് കുതറിയെങ്കിലും അവൻ പിടിവിട്ടില്ല. പാറക്കെട്ടിന് മീതെ നിന്നും വീഴുന്ന വെള്ളം അവരുടെ ഉച്ചിയിൽ പതിച്ച പൂ പോലെ ചിതറി. കുളി കഴിഞ്ഞ് ശൈലജ കാറിനുള്ളിൽ കയറിയിരുന്ന് വേഷം മാറി. ഈറനുണങ്ങാത്ത മിടിയും ടോപ്പും തന്നെ അവൾ ധരിച്ചു. നരേന്ദ്രൻ തോർത്ത് നല്ലപോലെ പിഴിഞ്ഞ് അവളുടെ തല പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് നന്നായി തുവർത്തി കൊടുത്തു. അതിനുശേഷം ചെറിയ മഴച്ചാറ്റിലൂടെ അവർ കുടയും ചൂടി മുന്നോട്ട് നടന്നു. ശൈലജ ഉല്ലാസവതിയായിരുന്നു. അവർ പരസ്പരം അരയിൽ കൈ ചുറ്റിപ്പിടിച്ചിരുന്ന കൈ അവൻ ടോപ്പിനുള്ളിലേക്ക് തിരികെ അവളുടെ മൃദുലമായ വയറിന് മീതെ ചേർത്തു. നരേന്ദ്രൻ്റെ കൈപ്പത്തിക്ക് നല്ല ചൂട്. അവൾ ആ കൈപ്പത്തിക്ക് മീതെ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കുള്ള ഇഷ്ടത്തിൻ്റെ ചൂടാ അത്. അവൾ അവനെ ചേർത്ത് പിടിച്ച് കഴുത്തിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചു. ഒരു ദീർഘചുംബനം. വീണ്ടും മുന്നോട്ട് തകർന്ന റോഡിലൂടെ, ഒടിഞ്ഞു വീണ വൃക്ഷശിഖരങ്ങൾക്കിടയിലൂടെ ഇടയ്ക്കിടെ ശൈലജ അവനെ പിടിച്ചു നിർത്തും. അല്പനേരം ആലിംഗനബദ്ധരായി അവർ നിൽക്കും. വീണ്ടും യാത്ര തുടരും. കാറ്റ്, മഴ, കാട്, ജലപാതങ്ങൾ, നനഞ്ഞ ആകാശം, ഉലയുന്ന പച്ച തഴപ്പ്. പ്രകൃതിയുടെ മടിത്തട്ടിലാണവർ. ആദ്യ മനുഷ്യരെ പോലെ. ഒരു ഇറക്കത്തിലേക്ക് തിരിയുന്ന വളവിലെത്തിയപ്പോൾ വളരെ അകലെ ഒരു ഹെയർപിൻ വളവിന് താഴെ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളും മനുഷ്യരെയും അവർ കണ്ടു. വാ. ശൈലജ അവൻ്റെ കൈ പിടിച്ച് പിന്നോട്ട് വലിച്ചു. നമുക്ക് അവിടെ ചെന്നാൽ ഒരുപക്ഷെ യാത്ര തുടരാൻ പറ്റിയേക്കും. നരേന്ദ്രൻ പറഞ്ഞു. വേണ്ട, യാത്ര തുടരണ്ട, വാ. അവൾ അവൻ്റെ കൈ കക്ഷത്തിൽ വെച്ച് വലിച്ചുകൊണ്ട് പിന്നോട്ടോടി. അവൻ അവളെ അനുസരിച്ചു. ഇനി നല്ലപോലെ മഴ പെയ്യട്ടെ, കൊടുങ്കാറ്റ് വീശട്ടെ, കിതപ്പോടെ അവൾ പറഞ്ഞു. നടന്നത്രയും ദൂരം അവർ തിരിച്ചു നടന്ന് കാറിനടുത്തെത്തി. നമുക്ക് ഈ കാട്ടിൽ ഒളിച്ചു കളിക്കാം, മഴക്കാലം തീരുന്നതുവരെ, റോഡെല്ലാം നന്നാക്കുന്നതുവരെ. അതിനു മുമ്പ് വേണമെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മളെ കണ്ടുപിടിക്കട്ടെ. അവൾ കിതച്ചുകൊണ്ട് നരേന്ദ്രൻ്റെ ദേഹത്തേക്ക് ചാരി നിന്നു. നരേന്ദ്രൻ അവളുടെ കുസൃതി വിടർന്ന മുഖം കൈക്കുമ്പിളിലെടുത്തു. മഴത്തുള്ളി വീണ് നനഞ്ഞ ചുണ്ടുകളിലേക്ക് മുഖം താഴ്ത്തി. ഏതോ നിമിഷത്തിൻ്റെ ആവേശത്തിൽ അവൻ കാറിൻ്റെ ഡോർ തിടുക്കത്തിൽ തുറന്നു. അതിനുള്ളിലേക്ക് അനുഭൂതികളിലൂടെ അവർ ഊളിയിട്ട് കയറി. അടുത്ത നിമിഷം ഡോർ അടയുകയും ചെയ്തു. അതിരാവിലെ തന്നെ പോലീസുകാരും നാട്ടുകാരും ചെന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. മഹാദേവൻ തമ്പി എസ്റ്റേറ്റിൽ നിന്നും പണിക്കാരെ വരുത്തി റോഡിലെ തടസ്സങ്ങൾ സ്വന്തം നിലയിൽ തീർക്കാൻ ശ്രമം ആരംഭിച്ചു.
അതിനിടയിൽ ഉരുൾപൊട്ടലിൽ ഒരു കാർ കൊക്കയിലേക്ക് ഒഴുകിപ്പോയെന്ന വാർത്തയും കേട്ടു. എല്ലാവരും ചേർന്ന് കഷ്ടിച്ച് ജീപ്പുകാർക്ക് സഞ്ചരിക്കത്തക്ക വിധം റോഡ് ശരിയാക്കി മുന്നേറിക്കൊണ്ടിരുന്നു. വാളറക്കുന്നിന് താഴെ എത്തിയപ്പോൾ റോഡരികിൽ ചെളിയിൽ ചക്രങ്ങൾ പൊതിഞ്ഞു കിടന്ന ടാറ്റ എസ്റ്റേറ്റ് കാർ അവർ കണ്ടെത്തി. കാർ കണ്ടപ്പോൾ മഹാദേവൻ തമ്പിക്ക് ഉൾക്കിടിലമാണ് ഉണ്ടായത്. അതിൻ്റെ മേൽ ഒരു മരം വീണ് കിടക്കുകയാണെന്ന് അയാൾ ആദ്യം കരുതി. തമ്പിയും സംഘവും കാറിനടുത്തെത്തി. തമ്പി ഡ്രൈവിംഗ് സീറ്റിനടുത്തുള്ള ഡോറ് വലിച്ചു തുറന്നു. ചാറ്റൽ മഴയേയുള്ളൂ. കാറ്റിനും നേരിയ ദൗർബല്യം. കാടിന് മീതെ പകലിൻ്റെ മുഖപ്രസാദം വ്യാപിച്ചിട്ടുണ്ട്. അതുവരെ ആകാശം കറുകറുത്ത മേഘങ്ങളാൽ അനാവൃതമായിരുന്നു. ഇപ്പോൾ മേഘങ്ങൾക്ക് ചാരനിറം. ശൈലജയുടെ മുടിയിൽ നിന്നും ഒന്നും രണ്ടുമായി ജലഗണങ്ങൾ ഇറ്റ് വീണുകൊണ്ടിരുന്നു. നരേന്ദ്രൻ്റെ അടുത്ത് നിൽക്കുമ്പോഴെല്ലാം അവൾ കുസൃതിയോടെ തല വെട്ടിച്ച് മുടി കുടഞ്ഞ് അതിലെ വെള്ളം മുഴുവൻ അവൻ്റെ മുഖത്ത് തെറിപ്പിച്ചു. കുടയില്ലാതെ ചാറ്റൽ മഴയത്തു കൂടി അവൾ മഴപ്പാറ്റിയെപ്പോലെ പാറി നടന്നു. നരേന്ദ്രനെയും അവൾ കുട ചൂടാൻ അനുവദിച്ചില്ല. നമുക്ക് നനഞ്ഞ് നടക്കാം, അതു മതി പനിയും ജലദോഷം പിടിച്ച് കിടപ്പിലാകാൻ. നമുക്കന്നേരം ഒരേ ആശുപത്രിയിൽ പോയി അഡ്മിറ്റാകാം, ഒരേ മുറിയിൽ രോഗികളായിട്ട് കിടക്കാം. ഇവൾക്ക് അല്പം നൊസ്സുണ്ടോ എന്ന് പോലും നരേന്ദ്രന് തോന്നിപ്പോയി. അവൾ നിർബന്ധിച്ചിട്ടാണ് മെയിൻ റോഡിൽ നിന്ന് കുന്നിൻ മുകളിലേക്ക് തിരിയുന്ന പുതുതായി മണ്ണിട്ട് പൊക്കിയ പാതയിലൂടെ അവൻ കുറേ ദൂരം പോകാമെന്ന് തീരുമാനിച്ചത്. ചെറിയ കുന്നിൻ മുകളിൽ ഒരു മുനമ്പ് പോലെ പാറക്കെട്ട് കാണാമായിരുന്നു. ഇത് വല്ല കുടിയേറ്റ കോളനിയിലേക്കുമുള്ള റോഡായിരിക്കും, നരേന്ദ്രൻ പറഞ്ഞു. ആ പാറക്കെട്ടിൻ്റെ മുകളിൽ കൂടിയാ ഇത് പോകുന്നത്. അവിടെ ഒരു സൈൻ ബോർഡ് നാട്ടിയിരിക്കുന്നത് കണ്ടോ? ശൈലജ അങ്ങോട്ട് വിരൽ ചൂണ്ടി. നരേന്ദ്രൻ്റെ കയ്യിൽ തൂങ്ങിയാണ് അവൾ മുനമ്പ് പോലത്തെ പാറക്കെട്ടിനെ ചുറ്റിപ്പോകുന്ന റോഡിലൂടെ കയറിയത്. പരന്ന പാറയ്ക്ക് മുകളിൽ അവർ എത്തി. അവിടെ പാറയിന്മേൽ ഒരു തൂണ് കല്ലുകൾക്കിടയിലായി നാട്ടിയിരുന്നു. തൂണിൽ ഒരു ചൂണ്ടുപലകമേൽ ഒരു സ്ഥലപ്പേര് എഴുതിയിരിക്കുന്നതിൻ്റെ നേരിയ അടയാളം മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ഒരിടത്ത് ചുമട്ടുകാർക്ക് ഇളവയ്ക്കുന്നതിനായുള്ള ഒരു മുക്കാലി കാണപ്പെട്ടു. പരന്ന് വിശാലമായ പാറയുടെ ഒരു ഭാഗത്ത് കെട്ടിയിരുന്ന പുൽമാടം കാറ്റത്തും മഴയത്തും വീണു പോയിരുന്നു. അവിടെ നിന്നാൽ 3 ദിക്കുകളിലുമുള്ള അതിവിസ്തൃതമായ ഭൂപ്രദേശങ്ങൾ കാണാമായിരുന്നു. മഞ്ഞു തൊപ്പി അണിഞ്ഞ മലമുടികൾ, അവയ്ക്ക് താഴെ മഴയുടെ സുതാര്യമായ തിരശീല, നീർത്തിയിട്ട വിശാല സമതലങ്ങൾ, മൂടൽമഞ്ഞ് വ്യാപിച്ചുകൊണ്ടിരുന്ന കുന്നുകളും താഴ്വരകളും. ഹായ് ബ്യൂട്ടിഫുൾ! ഒരു ഹെലികോപ്റ്ററിൽ ഇരുന്ന് കാണുന്ന പോലെ. മൂടൽമഞ്ഞും മേഘങ്ങളും ഒക്കെ നമ്മൾ നിൽക്കുന്നതിന് താഴെയാ, ശൈലജ കോരിത്തരപ്പോടെ പറഞ്ഞു. അവൾ പരന്ന പാറയിലൂടെ മുനമ്പിനറ്റത്തേക്ക് നടന്നുപോയി. ഇതൊരു സൂയിസൈഡ് പോയിന്റ് പോലെയുണ്ടല്ലോ, അവൾ നരേന്ദ്രനോട് പറഞ്ഞു. മതി, ഇനി വിളിമ്പിലേക്ക് പോകണ്ട, അല്പം കൂടെ എൻ്റെ ഒരു കൈ പിടിച്ചാൽ മതി. നരേന്ദ്രൻ്റെ കയ്യിൽ പിടിച്ചവൾ ഏതാനും ചുവട് കൂടി മുമ്പോട്ട് നീങ്ങി. പാറയിൽ ചെരിവുള്ള ഭാഗത്തിന് തൊട്ടു മുകളിലെത്തി അവർ. അതിനപ്പുറം അത്യഗാധത. മൂടൽമഞ്ഞല്ലാതെ ഒരു മരത്തലപ്പ് പോലും കാണാനില്ല. കാറ്റ് മഴത്തുള്ളികൾ കൂടിക്കലർന്ന് അലയലയായി മുഖത്തടിക്കുന്നു. എൻ്റെ തൊട്ടുപുറകിൽ വന്ന് നിൽക്ക്, ശൈലജ പറഞ്ഞു. നരേന്ദ്രൻ അനുസരിച്ചു. എന്നിട്ട് അവൾ പറയാതെ അവളുടെ വയറിന് മീതെ കൈ ചുറ്റി കെട്ടിപ്പിടിക്കുകയും ചെയ്തു. അവൾ പെട്ടെന്ന് കാറ്റിനെതിരെ തൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു. തൻ്റെ കൈകളോട് ചേർത്ത് കൈകൾ രണ്ടും വിരിച്ചു നിൽക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. ടൈറ്റാനിക്കിൽ അവർ കപ്പലിൻ്റെ അമരത്ത് നിന്ന പോലെ. ടൈറ്റാനിക്കിൽ നിന്നവർക്ക് പോക്കറ്റ് നിറച്ച കാശ് കിട്ടി. അവർ താഴെ വീഴാതിരിക്കാനുള്ള മുൻകരുതലുകളും ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ താഴെ പോയാൽ പൊടി പോലും കിട്ടില്ല, ലോകത്താരും അറിയാനും പോകുന്നില്ല, നരേന്ദ്രൻ പറഞ്ഞു. ഒപ്പം അവളുടെ കൈകളോട് ചേർത്ത് അവൻ തൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു. വിരലുകൾ തമ്മിൽ കോർത്തു. ലോകത്തിൻ്റെ നെറുകയിലാണ് നിൽക്കുന്നതെന്ന് നരേന്ദ്രന് തോന്നി. ശൈലജ അവൻ്റെ ദേഹത്തേക്ക് ചാരി അവൻ്റെ തോളത്തേക്ക് തല ചായ്ച്ച് കണ്ണുകൾ അടച്ചു നിന്നു. അവളുടെ മുടിയിഴകളിലൂടെ കാറ്റ് ചീറിക്കടന്നു പോയിക്കൊണ്ടിരുന്നു. അവൻ്റെയും തൻ്റെയും ചേർത്ത് വിരിച്ച് കോർത്ത് പിടിച്ച വലതു കൈ അവൾ സാവധാനം മടക്കിക്കൊണ്ടുവന്ന് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. അതിനുശേഷം അവൻ അഭിമുഖമായി അവൾ തിരിഞ്ഞു. അവൻ്റെ ചുണ്ടുകളിലേക്ക് അവൾ തൻ്റെ അധരം അണച്ചു. വീണ്ടും മഴ കനത്തു തുടങ്ങിയപ്പോൾ അവർ പ്രധാന നിരത്തിലേക്ക് മടങ്ങി. ഇറങ്ങുമ്പോൾ കാല് വേദനിക്കുന്നുവെന്ന് ശൈലജ വേവലാതിപ്പെട്ടു. നരേന്ദ്രൻ അവളെ തൻ്റെ മുതുകിലേറ്റി. അവൾ അവൻ്റെ കഴുത്തിൽ കൈകൾ പിണച്ചു കൂട്ടിക്കൊണ്ട് അവൻ്റെ പുറത്ത് അമർന്നു കിടന്നു. ഭാരം എത്രയുണ്ട്? ഇടയ്ക്ക് അവൻ ചോദിച്ചു. 52 കിലോ. അതിൻ്റെ പകുതി പോലും തോന്നുന്നില്ലല്ലോ. എത്ര തോന്നും? ഒരു പൂവിൻ്റെ അത്രയും. ശരിക്കും എനിക്ക് അത്രയേ ഭാരമുള്ളൂ. അവൻ്റെ ചെവിയിൽ മൃദുവായി കടിച്ചിട്ട് അവൾ മന്ത്രി. കാറിനുള്ളിൽ നിന്ന് ശൈലജയുടെ ഹാൻഡ് ബാഗും ഒരു ജോഡി ഹൈ ഹീൽഡ് ചെരുപ്പുകളും മാത്രമാണ് മഹാദേവൻ തമ്പിക്ക് കിട്ടിയത്. തെരച്ചിൽ സംഘം ആശങ്കയോടെ കുറേ ദൂരം കൂടി മുമ്പോട്ട് പോയി. കുന്നിൻ മുകളിൽ നിന്നുള്ള മൺപാത മെയിൻ റോഡിൽ വന്ന് സന്ധിക്കുന്നതിനടുത്ത് വെച്ചാണ് നരേന്ദ്രൻ തന്നെയും ശൈലജയെയും മഹാദേവൻ തമ്പിയും തിരച്ചിൽ സംഘവും കണ്ടെത്തിയത്. പെരുമഴയിലേക്ക് കണ്ണും നട്ടിരുന്ന് ക്ഷമകെട്ട പ്രഭാകരൻ ആരോടൊന്നില്ലാതെ ആവലാതിപ്പെട്ടു.
എന്നാലും അവൻ ഇതുവരെ വന്നില്ലല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രവീണ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി പ്രഭാകരന് കൊണ്ടുവന്ന് കൊടുത്തു. അമ്മയ്ക്ക് ഇന്ന് വലിവ് ലേശം കൂടുതലാണല്ലോ അച്ഛാ. അതിനിപ്പം ഞാൻ എന്നാ ചെയ്യാനാ? കാലാവസ്ഥയുടെ ആയിരിക്കും. 2 ദിവസമായിട്ട് തുടങ്ങിയ മഴയും തണുപ്പുമല്ലേ. നരേട്ടൻ വന്നിരുന്നെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരുമോ എന്തോ. അവനിത് എവിടെ പോയെന്നാ ഞാൻ ആലോചിക്കുന്നത്. മിനിയാന്ന് പോയ ചെറുക്കനല്ലേ. പ്രഭാകരൻ്റെ മകൻ്റെ കാര്യം ഓർത്തിട്ട് വേവലാതിയായി. മുതലാളി വല്ലയിടത്തോട്ടും കാർ ഓടിക്കാൻ വിളിച്ചുകൊണ്ട് പോയി കാണും അച്ഛാ. ഇതുപോലെ വെള്ളപ്പൊക്കവും പെരുമഴയും കൊടുങ്കാറ്റും ഉള്ളപ്പോൾ എങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകാനാ? നീ റേഡിയോയിൽ കേട്ടില്ലേ? സകല റോഡും വെള്ളത്തിനടിയിലാ. ട്രെയിൻ പോലും ഓടുന്നില്ലെന്ന്. തമിഴ്നാട്ടിൽ പോലും ഭയങ്കര വെള്ളപ്പൊക്കമാണ്. പ്രവീണ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ അവനെ ദൂരോട്ട് എവിടെയെങ്കിലും കാർ ഓടിക്കാൻ പോകുമ്പം അവൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടല്ലേ പോകാറുള്ളൂ. ഇതിപ്പോൾ 2 പകലും 2 രാത്രിയും കഴിഞ്ഞെന്ന് ഓർക്കണം. പ്രവീണയ്ക്ക് അറിയില്ല വാസ്തവത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. അച്ഛൻ്റെ പേടി എന്താണെന്ന് അവൾക്കറിയാം. രാത്രിയിൽ വീട്ടിലേക്ക് വരുമ്പോൾ തോട്ടിലോ വെള്ളം കയറി കിടക്കുന്ന റോഡിലോ ചുടുകട്ടയ്ക്ക് മണ്ണെടുത്തുണ്ടായ ആഴക്കുളങ്ങളിലോ എവിടെയെങ്കിലും കാലൊന്ന് ഇടറി വീണു പോയാൽ ടൗണിലും വെള്ളം കയറിയിട്ടുണ്ടെന്നല്ലേ അച്ഛ കേൾക്കുന്നേ. അതുകൊണ്ട് വരാൻ പറ്റാഞ്ഞിട്ടായിരിക്കും. പറഞ്ഞതിനൊപ്പം പ്രവീണ ആശ്വസിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ വഴിയിലോട്ടൊന്ന് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുക. അച്ഛനീ ഒറ്റക്കാലം വെച്ചോണ്ട്. വേണ്ട, അതൊന്നും സാരമില്ല മോളെ. വായനശാലയിൽ ചെന്നാൽ സുഭാഷിനോടെങ്ങാനും പറയാം അന്വേഷിച്ചു പോകാൻ. ഇവിടെ എങ്ങനെയാ മനസമാധാനമായിട്ടിരിക്കുന്നേ? അച്ഛൻ എങ്ങനെയായി മഴയത്ത്? ഓ, തലയിലൊരു തോർത്തിട്ടാൽ മതി. വഴിയിലെല്ലാം ചെളിയും വെള്ളവുമാണച്ചാ. അതൊന്നും സാരമില്ലടി. ഞാൻ കാണാത്ത ചെളിയും വെള്ളവും ഈ കരയിലുണ്ടോ? അന്ന് അച്ഛന് കാല് 2 ഉണ്ടായിരുന്നു. പ്രവീണ പറഞ്ഞത് അയാൾ വകവെച്ചില്ല. വെട്ടുകല്ലുകൊണ്ട് പണിത സിമൻറ്റോ കുമ്മായമോ പൂശാത്ത ചുമരുകളുള്ള തുലാങ്ങളോ മച്ചോ ഇല്ലാത്ത ഓടുമേഞ്ഞ ആ പഴയ വീടിൻ്റെ മുൻവാതിലിനരികിൽ മേശമേൽ ചാരി വെച്ചിരുന്ന ക്രച്ചസ് അയാൾ എടുത്ത് കക്ഷങ്ങൾക്കിടയിൽ വെച്ചു. ഒരു കച്ചത്തോർത്ത് തലയിൽ 4ആയി മടക്കിയിട്ടു. നീ അമ്മയുടെ അടുത്ത് പോയിരിക്ക്, അയാൾ പ്രവീണയോട് പറഞ്ഞു. ശ്യാമള ചേച്ചിയുണ്ട് അമ്മയുടെ അടുത്ത്. അച്ഛൻ ഒറ്റക്കാലിലും ക്രച്ചസുമായി മഴ നനഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ പ്രവീണയ്ക്ക് സങ്കടം തോന്നി. സ്വകാര്യ ബസ് ഡ്രൈവറായിരുന്ന പ്രഭാകരന് ഒരു ആക്സിഡൻറ്റിലാണ് കാൽ നഷ്ടപ്പെട്ടത്. ഒപ്പം കുടുംബത്തിൻ്റെ ഏക വരുമാനമാർഗമായിരുന്ന ജോലിയും ഇല്ലാതായി. അന്ന് ആശുപത്രി വിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പ്രഭാകരൻ്റെ വലതുകാൽ മുട്ടിന് കീഴ്ഭാഗം ശൂന്യമായിരുന്നു. പിന്നീട് ക്രച്ചസിൽ നടന്ന് ശീലിച്ചു. അപകടത്തിൽ കാല് നഷ്ടപ്പെട്ടെങ്കിലും 3 ഗുണങ്ങളുണ്ടായി എന്നാണ് പ്രഭാകരൻ എല്ലാവരോടും പറയാറ്. 1. ആക്സിഡൻറ്റ് ക്ലെയിമായി കിട്ടിയ തുക കൊണ്ട് മൂത്ത മകൾ ശ്യാമളയുടെ കല്യാണം നടത്തി. 2. ഒരു മനുഷ്യന് ജീവിക്കാൻ 2 കാൽ തന്നെ തികച്ചും ആവശ്യമില്ല എന്ന് മനസ്സിലായി. 3. ഡിഗ്രി കഴിഞ്ഞ് ചുമ്മാ അലഞ്ഞു നടന്ന മകനെ പിടിച്ച് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റി. ചെളിയും വെള്ളവും താണ്ടി പ്രഭാകരൻ ആശുപത്രി കവലയിലെത്തി. റോഡിലൂടെ വാഹനങ്ങൾ ഓടുന്നുണ്ട്, പക്ഷേ ബസ്സുകളൊന്നും കാണാനില്ല. അയാൾ വായനശാലയിൽ ചെന്നതും നരേന്ദ്രൻ്റെ കൂട്ടുകാർ പലരും പ്രഭാകരനോട് നരേന്ദ്രനെ പറ്റി ചോദിച്ചു. 2 ദിവസമായി കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ വെള്ളപ്പൊക്കം മൂലം കുടുങ്ങിക്കിടക്കുന്നതായിരിക്കുമെന്നും തങ്ങൾ അന്വേഷിക്കാമെന്നും പ്രഭാകരനെ അവർ സമാധാനിപ്പിച്ചു. മൂവാറ്റുപുഴ ടൗണിലൊക്കെ വെള്ളം കയറി കിടക്കുക പ്രഭാകരേട്ടാ. മിക്ക റോഡുകളും വെള്ളത്തിലാണ്. അവനിങ്ങ് വന്നോളും, ഞങ്ങൾ അന്വേഷിച്ചോളാം. ടെലിഫോണും കറണ്ടും ഒന്നും ഒരിടത്തുമില്ല. സന്ധ്യ വരെ വായനശാലയിൽ കാത്തിരുന്നിട്ട് പ്രഭാകരൻ മടങ്ങിപ്പോയി. വീട്ടിൽ ചെന്നയുടനെ പ്രവീണ ചോദിച്ചു, വല്ല വിവരവും കിട്ടിയോ അച്ഛാ? അവൻ മിക്കവാറും ഇന്ന് രാത്രി തന്നെ എത്തുമെന്ന് എല്ലാവരും പറയുന്നേ, പ്രഭാകരൻ ഒഴുക്കമട്ടിൽ അറിയിച്ചു. അമ്മയ്ക്ക് അത് ഓർത്തിട്ട് അതിൻ്റെ ആ വലിവ്, പ്രവീണ പറഞ്ഞു. ശ്യാമള അമ്മയുടെ പുറത്ത് ആവി പിടിക്കുകയാണ്. വെള്ളത്തിൻ്റെ ചൂട് പോയി അമ്മേ, ചൂടാക്കിക്കൊണ്ട് വരാം. ശ്യാമള വീണ്ടും വെള്ളം ചൂടാക്കാനായി എഴുന്നേറ്റ് പോയി. 10 മിനിറ്റിനുള്ളിൽ അവൾ വെള്ളം തിളപ്പിച്ചു കൊണ്ടുവന്ന് തോർത്ത് അതിൽ മുക്കി ഭാനുമതി അമ്മയുടെ നെഞ്ചിൽ ആവി പിടിക്കാൻ തുടങ്ങി. അവൻ വരുമ്പോൾ അമ്മ കാര്യമായിട്ടൊന്ന് പറയണേ, ബാക്കി സ്വർണവും പണം എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് തരാൻ. അവൻ്റെ മുതലാളിയോട് അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചോ വല്ലയിടത്തുനിന്ന് ലോൺ എടുത്തിട്ടോ എങ്ങനെയെങ്കിലും. കൊല്ലം 4 കഴിഞ്ഞില്ലേ അമ്മയെ അവധി പറയാൻ തുടങ്ങിയിട്ട്. സോമേട്ടനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞ മുതലല്ലേ, സൗജന്യമൊന്നുമല്ലല്ലോ. എന്നായാലും കൊടുക്കേണ്ടതല്ലേ. അവസാന ഭാഗം കേട്ടുകൊണ്ടാണ് പ്രവീണ അങ്ങോട്ട് വന്നത്. അമ്മയ്ക്ക് ഒന്നാമതേ സുഖമില്ല. അതിൻ്റെ കൂടെ ചേച്ചി പരാതിക്കെട്ട് അഴിച്ചിടുകയാണോ അമ്മയുടെ മുന്നിലോട്ട്? എൻ്റെ കാര്യം ഞാനല്ലാതെ ആര് പറയും? അമ്മ വലിച്ചു കിടക്കുമ്പോൾ തന്നെ വേണം. ഞാൻ കാശ് സ്വർണം ചോദിക്കാൻ ചെന്നപ്പം അമ്മയ്ക്ക് അവിടെ ആസ്മയായിരുന്നെന്ന് പറഞ്ഞാൽ മതിയോ? ഞാൻ സുധാകരേട്ടൻ്റെ വീട്ടിൽ അത് ഇന്ന് തന്നെ പറഞ്ഞില്ലെങ്കിൽ ചേച്ചിക്ക് ഉറക്കം വരൂലേ? എൻ്റെ വിഷമം എനിക്കറിയാം. 2 കുഞ്ഞുങ്ങളുള്ളതിനെ ഒരു ദിവസം പോലും ഞാൻ പിരിഞ്ഞു നിന്നിട്ടില്ല. ഇത്തവണ സുധാകരേട്ടൻ പറഞ്ഞത് എന്തെന്നറിയോ? നീ പോയി പൈസയൊക്കെ ചോദിച്ച് വാങ്ങി സാവകാശം പോന്നാൽ മതിയെന്ന്. പിള്ളേർ സുധാകരേട്ടൻ്റെ കൂടെ നിന്നോട്ടേന്ന്.
ഓർക്കുമ്പോൾ എനിക്ക് പേടിയാ. എൻ്റെ മക്കളെ കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് സുധാകരേട്ടനെ ശരിക്കറിയാം. അറിയാത്തത് ഇവിടുള്ളവർക്കാ. അച്ഛൻ്റെ കാല് മുറിച്ചു കളഞ്ഞ വകയിൽ കിട്ടിയ കാശുകൊണ്ട് ചേച്ചിയുടെ കല്യാണം നടത്തിയതാണല്ലോ ഇപ്പോൾ കുരിശായത്. വേണ്ടായിരുന്നല്ലോ, ഞാൻ നിർബന്ധിച്ചായിരുന്നോ എന്നെ ഉടനെ കെട്ടിച്ചു വിടണമെന്ന്? എന്ന് മാത്രമല്ല വേണ്ടെന്ന് പറയുകയും ചെയ്തതല്ലേ. ആ വാദത്തിന് മുമ്പിൽ പ്രവീണയ്ക്ക് മറുപടിയില്ലായിരുന്നു. മതി മതി, ഒന്ന് നിർത്ത്. ഭാനുമതിയമ്മ ശ്വാസം ഏങ്ങി വലിച്ചു. അവർ ശ്വാസം എടുക്കുന്നത് കണ്ടാൽ കണ്ടു നിൽക്കുന്നവർക്ക് കൂടി ശ്വാസമുണ്ടല്ലുണ്ടാവും. അച്ഛൻ പോയിട്ട് അവൻ്റെ വിവരം വല്ലതും? പ്രാണൻ പറയുന്ന ശ്വാസം വലിക്കിടയിലും ഭാനുമതിയമ്മ മകനെപ്പറ്റി തിരക്കി. എന്തായാലും ഇന്ന് വരാതിരിക്കില്ലെന്ന് അച്ഛൻ പറഞ്ഞ് പ്രവീണ വെളിപ്പെടുത്തി. ഭാനുമതി അമ്മയുടെ മുഖം വാടി. പ്രഭാകരൻ രാത്രി മുഴുവൻ മകനെ കാത്ത് ഉറക്കമിളിച്ചു. പക്ഷേ നരേന്ദ്രൻ വരികയുണ്ടായില്ല. രാവിലെ 9:30 മണിക്ക് സുഹൃത്തുക്കളായ സുഭാഷിനോടും മനോജിനോടുമൊപ്പം നരേന്ദ്രൻ വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടപ്പോഴാണ് അതുവരെ ഭീതിയുടെ തീച്ചൂളയിൽ കിടന്ന് പൊരിഞ്ഞ പ്രഭാകരൻ്റെ മനസ്സിനൊരാശ്വാസം കിട്ടിയത്. നീ എവിടെയായിരുന്നു മോനെ ഇത്രയും ദിവസം? അയാൾ വേപതുവോട് ചോദിച്ചു. ഒരിടത്ത് കുടുങ്ങിപ്പോയതാ അച്ഛാ, നരേന്ദ്രൻ ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞു. നോവൽ നാളെ വീണ്ടും തുടരും.